ഞാൻ ആട് 3 കണ്ടു ട്ടോ. ആട് 3 കണ്ടു. സൂപ്പർ പടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോണ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് പറയാം. ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റോറിയെ പറ്റി പറയാം. സ്ഥിരമായിട്ട് ആട് 1, 2ലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവങ്ങളെ ആക്ഷേപഹാസ്യമാക്കിയിട്ടാണ് ഇവർ ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു ഐറ്റം ഇവർ എടുത്തിടും. നല്ല രീതിയിൽ കുറേ മൊമെൻറ്റ്സുകളുണ്ടാവും. ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവിടെ ആയിട്ട് ഇതിലൊരു ടൈം ട്രാവലിംഗ് ഒരു ഐറ്റമൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പീരിയഡും അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക്കും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. സംഭവം നൈസായി തന്നെ വന്നിട്ടുണ്ട്. അതൊന്നും ഇല്ല അറിയണില്ല. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഇൻട്രോ, പ്രത്യേകിച്ച് വിനായകൻ്റെ സെക്കൻഡ് ഇൻട്രോ, ഡ്യൂഡായിട്ടുള്ള സെക്കൻഡ് ഇൻട്രോ, അതേപോലെ തന്നെ നമ്മളുടെ സാത്താൻ സേവിയർ ആയിട്ട് സണ്ണി വെയിൻ്റെ ഇൻട്രോ, എൻ്റെ കൂട്ടൂര് ഇൻട്രോസ്, പ്രത്യേകിച്ച് സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ ഒരു ഒന്നൊന്നര ഇൻട്രോ ആയി പോയത്. എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഇൻട്രോ. അതുപോലെ ഡ്യൂഡിൻ്റെ സെക്കൻഡ് ഇൻട്രോ വേറെ ലെവൽ ഫീല്. ഷാജി പാപ്പൻ്റെ ഇൻട്രോ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ആവറേജ് ഇൻട്രോ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യം അറക്കലബ് ആണെങ്കിലും ശരി, സർബത്ത് ഷമീർ ആണെങ്കിലും ശരി, ശശിയാശാൻ ആണെങ്കിലും ശരി, ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ആണെങ്കിലും ശരി, എല്ലാവരും വൈബാണ്. എല്ലാവർക്കുള്ള ക്യാരക്ടറൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 2 പാർട്ടിലുള്ളതിലും കോമഡി കുറവായിരുന്നു. കുറവ് എന്ന് വെച്ചാൽ എന്താ പറയുക, അതിലൊക്കെ നമുക്ക് അവിടെ ആയിട്ട് നല്ല രീതിയിൽ ചിരിക്കാനുള്ള വക ഉണ്ടാവും. പക്ഷേ ഇതിൽ ആ ഒരു ലെവൽ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നി. ഇവർ സ്റ്റോറിയിൽ കുറച്ച് സീരിയസ് സിറ്റുവേഷനിൽ കോമഡി ആക്കാൻ ശ്രമിച്ചിട്ട് അത് പല ഭാഗത്തും പാളിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വർക്കാവണില്ല. വേണ്ട വിധത്തിൽ ആ കോമഡി നമുക്കത് ഫീൽ ചെയ്ത് കിട്ടണില്ല. ചിലപ്പോൾ കാലഘട്ടം മാറിയതിൻ്റെ ഒരു ചെറിയതായിരിക്കാം. എന്നാൽ പോലും അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ഒരുപാട് സീക്വൻസുകൾ കേട്ടോ, ഇല്ല എന്നല്ല. ഈ സ്ലാപ്സ്റ്റിക് കോമഡികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എനിക്കൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഞാൻ റിപ്പീറ്റിംഗ്ലി കണ്ട ആളാണ്. കാരണം പറയുമ്പോൾ അത് ബാക്കി ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയുടെ വാങ്ങിയതല എന്നും പറയില്ല. എന്നാൽ പോലും കുഴപ്പമില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ സിനിമയിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തീമിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം സ്ക്രിപ്റ്റ് വൈസ് നല്ല വർക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. അത് അറിയാണ്ട് കേട്ടോ. പിന്നെ ഈ ആക്ട്രസ് പേരറിയാൻ പാടില്ല, പക്ഷെ അടിപൊളി പെർഫോമൻസ്, ഭയങ്കര സ്വാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ പീരിയോഡിക് സ്റ്റൈലിലുള്ള കഥയാണെങ്കിലും ശരി, ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയാണെങ്കിലും ശരി, അതായത് പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കഥയാണെങ്കിലും ശരി, ആ ലുക്ക് കൊണ്ട് എടുത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അറക്കലാബുവിൻ്റെ ഇന്നലെ സംഭവിച്ച് നേരത്തെ ഇറക്കി വിട്ടത് നന്നായി, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയനെ. മൊത്തത്തിൽ പടം എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ അത്യാവശ്യം നൈസായിട്ട് എവിടെയും ബോറടിയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി, ബൈ.